വിശ്വസിച്ചിരിക്കട്ടെ. എൻ്റെ പേര് കസിയ വിൽഫ്രഡ്. ഞാൻ വരുന്നത് UK നിന്നാണ്. ആദ്യം തന്നെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇത്രയും നാൾ ഞങ്ങൾ നടത്തിയതിനും കൂടെ നടക്കുന്നതിനും. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഈ തിരുനടയിൽ, ഈ വേദിയിൽ തിരിച്ചും വരാനും ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനും അനുവദിച്ചതിന് മാതാവിന് ഇനിയും നന്ദി പറയുന്നു. ആദ്യം തന്നെ പറയട്ടെ, 2020 എനിക്ക് ലിംഫോമ ഡയഗ്നോസ് ആയത്. അതിൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് സൈൻ ഓഫ് ആയി. ഇതെല്ലാം കഴിഞ്ഞു. അവർ പറഞ്ഞു ഇനി അങ്ങോട്ട് ചെല്ലണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. ഈ അപ്പോയിൻമെൻറ്റ്സ് എനിക്ക് വരുമായിരുന്നു, ലെറ്റേഴ്സ്. ബിക്കോസ് അവിടെ നമുക്ക് എല്ലാം നെഗറ്റീവാണെന്ന് പറഞ്ഞാലും കൂടിയും അവരുടെ റഡാറിൽ നമ്മളെപ്പോഴും ഉണ്ടാവും. സോ അവർ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മാതാവ് കൂടെ വന്നു, എനിക്കത് ശരിയാക്കി തന്നു. ഇനി എന്നോട് അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞു. അതായത് എനിക്ക് ലിംഫോമ ആയിരുന്നു. അപ്പം ഞാൻ കീമോ, റേഡിയേഷൻ എല്ലാം എടുത്ത ഒരാളാണ്. അപ്പം അതിന് സാധാരണ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവില്ലേ, അതുപോലെ നമ്മൾക്ക് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ചാർജ് ആവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവർ ഡിസ്ചാർജ് ആക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ഫോളോ ക്ലിനിക്കൽസും അപ്പോയിൻമെൻറ്റ്സും ബ്ലഡ് ടെസ്റ്റും എല്ലാം തരും. അവിടെ എസ്പെഷ്യലി UK ഇതെല്ലാം ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോഴും എനിക്ക് ലെറ്റർ വരും, എനിക്ക് പോകാൻ മടിയാണ്. ഒബ്വിയസ്ലി ആ കോറിഡോറിൽ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് യു വിൽ ഫീൽ ദാറ്റ്, ആ ഒരു വൈബാണ്. അപ്പം ഇപ്രാവശ്യം ഞാൻ പോയത്, എനിക്ക് പത്രം എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ അപ്പോയിൻമെൻറ്റ്സിന് പോകുന്നത് മാതാവിൻ്റെ പത്രം കൊടുക്കാനാണ്. കാരണം മാതാവ് പറയും, നീ എന്തിനാ ടെൻഷൻ അടിക്കണത്, ഞാനില്ലേ കൂടെ, നീ പത്രം കൊടുക്കാൻ വേണ്ടി പോണ പോലെ നീ പോ എന്ന് പറയും. മലയാളം പത്രമാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇംഗ്ലീഷുകാർ അവരിയ്ക്കുന്ന രോഗികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്ക് പത്രം ഇല്ലായിരുന്നു. പകരം ഞാനൊരു ചെറിയ A4 ഷീറ്റ് കീറി ചെറിയ പേപ്പേഴ്സാക്കി ഞാൻ അതിനകത്ത് ദൈവവചനം എഴുതി എല്ലാവർക്കും കൊടുക്കുക ചെയ്തത്. അത് ഈ ഡോക്ടർ എന്നെ സൈൻ ഓഫ് ആക്കി ഡോക്ടർക്കും ഞാൻ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ പോന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് എനിക്ക് റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ ലീഷൻ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചായിരുന്നു. അതായത് 2020 ആ സമയങ്ങളിലായിരുന്നു മമ്മിയും ഡാഡി ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നത്. ആ സമയത്ത് മൊമെൻറ്റ് ദേ ലാൻഡ് ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ കംപ്ലീറ്റ് ഹീലിംഗ് ഫീലായിരുന്നു. വെരി നെക്സ്റ്റ് ഡേ അവർ എനിക്ക് ഒരു ഫുൾ ബയോപ്സി ചെയ്യാൻ വേണ്ടി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സർജൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോയപ്പം അവർ പറഞ്ഞു ഇതിൻ്റെ ഒരംശം പോലും അവർക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം അവർ പറഞ്ഞു ഇത് അവിടെ ഇല്ലല്ലോ. ആ ഡോക്ടർ ചോദിച്ചത് ഇന്നും എൻ്റെ കാതിലുണ്ട്, നിങ്ങൾ എവിടെയാണ് പോയി പ്രാർത്ഥിച്ചത്? ഒബ്വിയസ്ലി നമ്മളെ കണ്ടാലറിയാം നമ്മൾ കേരളത്തിൽ നിന്നാണ്. അപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് പേർക്ക് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മാതാവിൻ്റെ കാര്യം ആ ഡോക്ടറോടും പറഞ്ഞു. മാതാവിൻ്റെ നാമം അവിടെ മഹത്വപ്പെട്ടു. മാതാവിന് 1000 നന്ദി. എൻ്റെ കുഞ്ഞിൻ്റെ 3ാമത്തെ ഒരു കുഞ്ഞുണ്ട്. അവൻ എൻ്റെ കരഞ്ഞത് കാരണം കാറിലിരിക്കുക. അപ്പം അവൻ്റെ ബ്രീച്ച് പ്രസൻറ്റേഷനായിരുന്നു. അപ്പം അവർ പറഞ്ഞു ബ്രീച്ച് പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഹിപ്പ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ പോയത്. പക്ഷേ അവർ പറഞ്ഞു ചെറിയൊരു സർജറി വേണ്ടി വരും, കാരണം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണല്ലോ നമ്മുടെ ഹിപ്പിൽ. അപ്പം അത് കറക്റ്റായിട്ട് പൊസിഷനിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് തകർന്നായിരുന്നു. അന്നത്തെ രാത്രി ഞാൻ മാതാവിനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിക്കുകയും കരയൊക്കെ ചെയ്തു. അന്ന് രാത്രി തന്നെ, ഞാൻ സ്വപ്നത്തിലാണോ നേരിട്ടാണോ എന്നെനിക്കറിയില്ല, പക്ഷേ ഒരു വലിയ കൈ ഞാൻ അവൻ്റെ ഹിപ്പിൽ കണ്ടതാണ്. ഞാനപ്പം എൻ്റെ ഹസ്ബൻഡിനെ വേഗം വിളിച്ചെണീപ്പിച്ചെങ്കിലും പിന്നീട് ഞാനത് തിരിച്ചും നോക്കിയപ്പം അത് ബ്ലാങ്കറ്റ് ഇരിക്കുന്നത് പോലെ അങ്ങനെ തോന്നി. പക്ഷേ പിന്നീട് സംഭവിച്ചത് വളരെ അത്ഭുതകരമായി. വെരി നെക്സ്റ്റ് ഡേ സ്കാനിങ് ചെയ്യുകയും ഹിപ്പ് നോർമലാണെന്ന് അവർ പറയുകയും എന്തിനാണ് ഈ കുട്ടിക്ക് സർജറി എന്ന് ചോദിക്കുകയും ചെയ്തു. മാതാവിന് 1000 നന്ദി പറയുന്നു. അവൻ
മാതാവിൻ്റെ കുഞ്ഞാണെന്നാണ് എല്ലാവരും പറയണത്. ഞാനും അത് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു ഇതിൽ പോയി കൂടി കടന്നിട്ടാണ് മാതാവ് ഞങ്ങൾക്ക് അവനെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി തന്നത്. അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പം എൻ്റെ ഹസ്ബൻഡാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഇവൻ ടേബിളിൻ്റെ പുറത്ത് കയറിയിരുന്നു കളിക്കുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിന് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹീ ക്യാൻ സീ ഇൻ ബിറ്റ്വീൻ ഹീസ് ഫോളിങ് ഫ്രം ദ ടേബിൾ ആൻഡ് ദെൻ ഹീ കുഡ് ഓൾസോ സീ ഹീ വാസ് സ്റ്റോപ്പിംഗ് അറ്റ് ദ മിഡിൽ. ഫ്രീ ഫോളാണ്. അപ്പോൾ അവൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവൻ സ്ലോലി താഴെ വീഴുകയാണ് ചെയ്തത്. ഇത് ഞാൻ ഇപ്പോൾ ഓർത്ത കാര്യം ഞാൻ പറഞ്ഞാണ്. അപ്പം അതിനും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു കൺഫെഷനുണ്ട്. കാരണം തെങ്ങ് തലയിൽ വീണിട്ട് ഇഞ്ചുറി ആയ ഒരു കുഞ്ഞിൻ്റെ സാക്ഷിയുടെ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ പറഞ്ഞപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എനിക്ക് മനസ്സിലായത് ആ അമ്മയ്ക്ക് ആംബുലൻസിൽ കയറി പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഉള്ളിൽ ഞാൻ ചിന്തിച്ചു, അയ്യോ അമ്മയ്ക്ക് കയറി പോകാമെന്നില്ല, ആ കൊച്ചിന് ഭയങ്കരമായിട്ട് ഫീലായിട്ടുണ്ടാവുമല്ലോ എന്ന്. ദ വെരി നെക്സ്റ്റ് ഡേ എനിക്കും അതുപോലത്തെ ഒരു സംഭവത്തിൽ കൂടി എനിക്ക് കടന്നു പോകേണ്ടി വന്നു. കാരണം കുഞ്ഞിന് അപ്പം ആദ്യത്തെ വാക്സിനേഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോകണമായിരുന്നു ജീപ്പിൽ. കൊണ്ടുപോയപ്പം അവന് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ ന്യൂമോക്കോക്ക് വാക്സിനേഷൻ എടുത്തു. അങ്ങനെ ആ സമയത്തുള്ള ഡ്യൂ ആയിരുന്ന എല്ലാ ഇഞ്ചക്ഷനും എടുത്തു. അന്നേ ദിവസം രാത്രി ഞങ്ങൾക്കും ആംബുലൻസ് വിളിക്കേണ്ടി വന്നു. കാരണം അവന് ബ്രോങ്കിയറ്റാസിസ് ആയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അബ്ഡോമിനൽ മസിൽസ് യൂസ് ചെയ്ത് കൊച്ച് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ ഹീ വാസ് ഷോയിങ് ഓൾ ദ സിംറ്റംസ്. അപ്പം 99 വിളിച്ചു, ആംബുലൻസ് വന്നു. ദ മൊമെൻറ്റ് ഞാൻ കാണുന്നത് അവനെ ഇമ്മീഡിയറ്റ്ലി അവർ കൊണ്ടുപോകണതാണ്. അപ്പം ഞാൻ ഉടുപ്പല് നിൽക്കണേണ്. എൻ്റെ ഈ കുഞ്ഞു കൊച്ചും വേറൊരു കൊച്ചും കൂടി ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇവനെയും കൊണ്ട് കാർ സീറ്റിലിരുത്തി വേഗം പോകുന്നത്. ആ സമയത്ത് ഞാൻ ആ അമ്മയാണ് ഓർത്തത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ അത് എനിക്ക് തെറ്റിപ്പോയത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയല്ല. എൻ്റെ കുഞ്ഞിന് മാതാവ് കംപ്ലീറ്റായിട്ട് ഹീൽ ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവന് ഒരു അസുഖമില്ലായിരുന്നു. അവന് ഒന്നും ചെയ്തില്ല, ഒരു പാരസെറ്റമോൾ പോലും അവർ കൊടുത്തില്ല. ഞാൻ തന്നെ പോയി അവരെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. മാതാവിന് നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു പുതിയ കാർ വേണമെന്ന് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. വീട്ടിൽ എനിക്കും ഹസ്ബൻഡിനും കാറില്ലാതെ ഞങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടുപേർക്കും ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഞാനൊരു ദിവസം കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയപ്പം എന്നെ ഒരു വണ്ടി പുറകിൽ വന്ന് ഇടിക്കുകയാണ് ചെയ്തത്. ആ കാർ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാനൊരു കാറ് ആഗ്രഹിച്ചത് അത് അത്യാഗ്രഹമായിരുന്നു, മാതാവ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ കാറ് തന്നെ മതി, അതെങ്ങനെയെങ്കിലും തന്നെ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അത് റൈറ്റ് ഓഫ് ആയിപ്പോയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നന്നാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം മാതാവ് എന്നോട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു. അതനുസരിച്ച് ഞങ്ങൾ അവർക്ക് ഇമെയിൽ ചെയ്യുകയും അങ്ങനെ ആ കാറിൻ്റെ പൈസയും കിട്ടി. കൂടാതെ ആ കാറ് പുറത്തൊരു വർക്ക്ഷോപ്പിൽ ഞങ്ങൾക്ക് നന്നാക്കി എടുത്ത് അതേ കാറ് യൂസ് ചെയ്യാൻ പറ്റി. ഇതിനകത്ത് 2 അത്ഭുതം നടന്നു. ഒന്ന്, എനിക്കൊരു ആക്സിഡൻറ്റ് നടന്നതിൻ്റെ കാറ് റൈറ്റ് ഓഫ് ആയെങ്കിലും എനിക്കൊരു പോറൽ പോലും ഏറ്റില്ല. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോവുകയും ചെയ്തു. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയാനാണെങ്കിൽ, ആ പൈസ കിട്ടിയത് കൊണ്ട് കുറേ കടങ്ങൾ തീർക്കാൻ പറ്റി. എല്ലാവർക്കും ഉള്ള പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കടം. ആ കടവും തീർക്കാൻ പറ്റി. കൂടാതെ വണ്ടി തിരിച്ച് ഒരു പോറലും ഇല്ലാത്ത വിധത്തിൽ പണ്ടത്തെക്കാൾ വെരി ഗുഡ് കണ്ടീഷനിൽ ഞങ്ങൾക്ക് ആ വണ്ടി തിരിച്ചും കിട്ടി. അതിന് മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ്. ലെൻറ്റ് സീസൺ വന്നിട്ട് എനിക്ക് എപ്പോഴും കുഞ്ഞുനാൾ മുതൽ എനിക്ക് സഹനത്തിൻ്റെ ഒരു സീസണാണ്. ഇവൾക്ക് കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് അവൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കളിക്കാൻ പോയതാണ് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട്. അതുകൊണ്ട്
ഒരു 5 മിനിറ്റിന് ശേഷം എനിക്ക് അവളുടെ കരച്ചിലാണ് റോഡിൽ നിന്ന് കേൾക്കാൻ പറ്റിയത്. അപ്പം ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവളുടെ കൈയൊക്കെ ബ്ലഡില്ല. അപ്പം നോക്കിയപ്പം നഖം പോന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ. അപ്പം ഞാനങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല, ഹസ്ബൻഡ് വീട്ടിലില്ല. അപ്പോൾ വന്ന അമ്മേനെ ആ കുഞ്ഞുങ്ങളുടെ അമ്മേനെ ഞാൻ എൻ്റെ ബേബിനെ ഏൽപ്പിച്ചേച്ചും ഞാൻ ഇവളെയും കൊണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. അവിടെ പോയപ്പം ഞാൻ വിചാരിച്ചത് ഓക്കെ ഡ്രസ്സ് ചെയ്ത് വിടുമായിരിക്കുന്നു. പക്ഷേ അവർ നോക്കിയിട്ട് പറഞ്ഞു നെർവ് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, അത് സർജറി ചെയ്ത് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ജനറൽ അനസ്തീഷ്യ കൊടുത്തു, അവൾക്ക് സർജറി ചെയ്യേണ്ടി വന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നെർവ് ഇഞ്ചുറി ഒന്നും വന്നില്ല. അവളുടെ കൈ ഇപ്പം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഡ്രസ്സിങ് ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി നീലച്ച് കിടക്കണുള്ളൂ, അല്ലാതെ ഷി വാസ് കംപ്ലീറ്റ്ലി ബ്രേവ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ആ സമയത്തൊക്കെ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചെറിയൊരു ബ്ലഡ് കണ്ടാലും കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപ്സെറ്റ് ആവുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് എനിക്ക് കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് എനിക്കെല്ലാം വേഗം അപ്പോയിൻമെൻറ്റ്സ്. UK ഒരു അപ്പോയിൻമെൻറ്റ്, ഒരു സർജറിയൊക്കെ നടക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. അതേ സമയത്ത് ഫസ്റ്റ് ഇൻ ദ ലൈൻ, ഇവൾ ഇലക്റ്റീവ് സർജറിയും കൂടിയല്ല, എമർജൻസി സർജറി ആയിട്ട് ഫസ്റ്റ് ഇൻ ദ ലൈൻ ഉണ്ടായിരുന്ന സർജറി എല്ലാം മാറ്റിവെച്ച് ഇവൾ ആദ്യം എടുക്കുക ചെയ്തത്. അതിനും അമ്മയ്ക്ക് 1000 നന്ദി. അത്രയും നല്ലൊരു ടീം മാതാവാണ് അവിടെ ഒരുക്കി വെച്ചത്. മാതാവിൽ വിശ്വസിക്കുന്ന ഒരു നേഴ്സും കൂടിയും അവിടെ ചേർത്ത് വെച്ചിട്ടാണ് മാതാവ് എന്നെ ആ തിയേറ്ററിൽ നിന്ന് ഇറക്കി. മാതാവ് അവിടെ ഹാൻഡിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുള്ളായിട്ട് ആ സർജറി കഴിഞ്ഞു. ഒരു പ്രശ്നമില്ല, അവൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി നോർമലാണ്, നോ ഇഷ്യൂസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൽ അറൗണ്ട് 420 hours ഓവർഡ്യൂ എനിക്കുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയത് കൊണ്ട് തന്നെ എനിക്ക് പല അവേഴ്സ് ഓവർഡ്യൂ ഉണ്ടായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഞാൻ ഈ മാനേജറിൻ്റെ സൈഡ് ഡെസ്കിലൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതവർ റൈറ്റ് ഓഫ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വളരെ അത്ഭുതകരമായി അവരൊരു പാനൽ കൂടി ഡിസിഷൻ എടുത്തു. അത് കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ആയി. ഇപ്പോൾ എനിക്ക് ഒരു ഓവർഡ്യൂ അവേഴ്സും ഇല്ല. പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും വർക്ക് പ്ലേസിൽ മാതാവിൻ്റെ പ്രസൻസ് വളരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ തുടങ്ങുന്നത് തന്നെ മാതാവിൻ്റെ ഉപ്പ് ആ ഡോറിൽ വരച്ചിട്ടാണ് ഞാൻ ആ ഡോറ് കയറുന്നത്. കാരണം ഞാൻ ആസ് എ ടീം ലീഡ് നമ്മുടെ തലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന്, ഒരു ഫാമിലിനെ ഡീൽ ചെയ്യാനാകട്ടെ, ഒരു ഡ്രഗ് ചെക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ചെറിയ എറർ മതി നമ്മുടെ തിരക്കിൻ്റെ സമയത്ത് എന്തെങ്കിലും വരാൻ. അതുപോലെ ഒരു സന്ദർഭത്തിൽ ഇൻസുലിൻ ഒരു ചെറിയ ജൂനിയർ ബാൻഡ് 5 എൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ വന്നാണ്. അപ്പം സാധാരണ ഞാൻ ചെക്ക് ചെയ്ത് അങ്ങ് വിടുക ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ മാതാവ് ഉള്ളിൽ തോന്നി, നീ അത് ഹോൾഡ് ചെയ്യും, നീ ഫാർമസിസ്റ്റിനോട് പറ, അത് ചെക്ക് ചെയ്യാൻ പറ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മോനെ അവിടെ പോയി ചെക്ക് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ അവനൊരു ഫിലിപ്പീനോ ആണ്, അവൻ പോയി ചെക്ക് ചെയ്തു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, നമുക്ക് അത് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദെൻ അതല്ലെങ്കിൽ അതൊരു വലിയൊരു നെവർ ഇവൻ്റ് ആയേനെ, അത് അഡ്വേഴ്സ് ഇവൻ്റ് ആയേനെ. അതിൽ നിന്നും മാതാവ് എന്നെ കാത്തു. പിന്നെ പല വിധത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ അതിനകത്തൊക്കെ മാതാവ് ഇടപെട്ടിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ പറയാനാണെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൽ ഉള്ള പേഷ്യൻസിനൊക്കെ ഞാൻ എപ്പോഴും ഞായറാഴ്ചകളിൽ കുർബാന സ്വീകരിക്കാനും ഒക്കെ പള്ളിയിൽ കൊണ്ടുപോകാനൊക്കെ ഞാൻ മുൻകൈ എടുക്കും. ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും പോയി ചോദിക്കും, ഇഫ് യു വാണ്ട് ടു റിസീവ് ഹോളി കമ്മ്യൂണിയൻ. ചില പേഷ്യൻസൊക്കെ നന്നായിട്ട് ചീത്ത പറയും, ഇംഗ്ലീഷുകാരാണ്. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കാര്യം പറയാനാണെങ്കിൽ, ഞാനൊരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം ഞാനൊരു കുഞ്ഞിനെ കണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഭയങ്കര പുവർലിയാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ എനിക്കൊരു പത്രം കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷുകാരായതുകൊണ്ട് നമ്മളങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു ആ കുഞ്ഞിനെ. എന്നിട്ട് ഞാനിങ്ങ് പോരുകയാണ് ചെയ്തത്. എന്നിട്ടും എനിക്കൊരു കുറ്റബോധമായിരുന്നു കാറിലിരുന്നപ്പം. അപ്പം എനിക്ക് ഇൻ്റർനെറ്റ് ഫോണിലില്ലാത്ത കാരണം സാധാരണ ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഏറ്റിട്ടുണ്ട് ആ കാര്യം, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയല്ല. മുമ്പിൽ നിന്ന് ഒരു വൈറ്റ് സ്വിഫ്റ്റ് കാർ വന്നു. അപ്പോൾ ഈ കാറിൻ്റെ പ്രകാശത്തിൽ ഇത് ഫുള്ളും ഒരു മഴവില്ലായി. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് മഴവില്ലല്ലേ എന്ന് പറഞ്ഞപ്പം
മാതാവ് പറഞ്ഞു, ഓക്കെ, ഈ അർദ്ധരാത്രി ഞാനൊരു ശരിക്കുള്ള മഴവില്ല് കാണിച്ചാലും നീ വിശ്വസിക്കില്ല, നീ വേറെ എന്തെങ്കിലും സംസാരിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം എന്നോട് മാതാവ് ചോദിച്ചു, നിനക്ക് എന്താ കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ചോറും ചെമ്മീനും മാങ്ങയിട്ട കറിയാണ് ഏറ്റവും ഇഷ്ടം, അതാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. ആ സംസാരം അങ്ങനെ തീർന്നു. ഞാൻ വീട്ടിലെത്തി കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. അതിനുശേഷം മമ്മിക്ക് ഞാൻ വിളിക്കുകയാണ്. അപ്പം മമ്മി പറയുകയാണ്, മോനെ, ഞാൻ കുറേ നാളായി ഈ കറി ഉണ്ടാക്കിയിട്ട്, ഇന്ന് ഞാൻ നിനക്കിഷ്ടമുള്ള കറിയാണ് ഉണ്ടാക്കിയേക്കണേന്ന് പറയല്. മാതാവ് എൻ്റെ ഉള്ളിൽ ചോദിച്ചു, ഇത് ഞാനും നീയും മാത്രം സംസാരിച്ച കാര്യമാണ്, അത് ഞാനുണ്ട് നിൻ്റെ കൂടെ, അതും കൂടി അറിയിക്കാനാണ് മാതാവിൻ്റെ കൂടെ ഉള്ളത്. ഞാൻ അറിയുന്നില്ലെങ്കിലും മാതാവിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ 2 തിരി, പച്ചത്തിരിയും നീലത്തിരിയും എന്തിനാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത മോൻ ഇച്ചിരി എന്താ പറയുക, അവന് ഇതൊക്കെ ഇഷ്ടമാണ്, ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി ഉള്ളത്. അപ്പോൾ അവൻ ഈ 2 തിരിയും ഉരുക്കിയിട്ട് ഒരു തിരിയാക്കാൻ ശ്രമിച്ചായിരുന്നു. കാരണം ഇതിൻ്റെ കത്തിയ ഭാഗങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു, എനിക്കതും കളയാൻ ബുദ്ധിമുട്ടായത് കാരണം. അപ്പോൾ അവൻ അതെല്ലാം കൂടി ഒരുക്കി ഒരു തിരിയാക്കിയപ്പം ആ തിരി മാതാവിൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളറായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. മാതാവിനോട് ഞാൻ ചോദിച്ചു, ഇതെന്താണ് മാതാവ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പം മാതാവ് പറഞ്ഞത്, നീല ഇറ്റ്സ് എ കളർ ഓഫ് ഹെവൻ, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറമാണ് നീലയെങ്കിൽ പച്ച ഭൂമിയുടെ കളറാണ്. അപ്പോൾ മാതാവ് ഉടുത്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഷീ ഈസ് ക്വീൻ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതിൽ കൂടുതൽ എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെ ഉള്ളതിന്. താങ്ക് യു.